ഒരു വമ്പൻ ട്വിസ്റ്റ് ഇട്ടു എന്ന് പ്രേക്ഷകരെ എല്ലാം ധരിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് തമിഴ് സീസൺ 8 ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം TTF ടാസ്കുകളാണ് ഈ ഒരു സീസൺ 8 നടന്നത്. ഇതുവരെയും ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ടാസ്കുകൾ തമിഴ് ബിഗ് ബോസിൽ എന്നല്ല, മലയാളമാണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും മറ്റേത് ലാംഗ്വേജുകളാണെന്നുണ്ടെങ്കിലും ഇതുവരെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും മോശമായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് കണ്ടിരിക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയ ഒരു TTF ടാസ്കുകൾ. ഈ ഒരു TTF വീക്ക് എന്ന് പറയുമ്പോൾ നോർമലി ബിഗ് ബോസിന്റെ ഏതൊരു സീസൺ എടുത്തു കഴിഞ്ഞാലും TTF ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം വളരെ എന്താ പറയുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയും ഭയങ്കരമായിട്ട് ചാർജ് ആയിട്ടിരിക്കുന്ന ഒരു വീക്കാണ്. അവർക്ക് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കണ്ടസ്റ്റൻസ് എല്ലാം ശക്തമായിട്ട് എല്ലാ ടാസ്കുകളിലും പങ്കെടുത്ത് പോരാടി വിജയിക്കുന്ന ഒരു വീക്കാണ്. എന്നാൽ ഈ ഒരു സീസൺ 8 സംബന്ധിച്ച് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും വെറുപ്പ് തോന്നുന്ന രീതിയിലാണ്. എന്തിന് പ്രേക്ഷകരെ പറയണം, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിന് പോലും വെറുപ്പ് തോന്നി. അവർക്ക് പോലും ഇതെന്താണെന്ന് നടക്കുന്നതെന്ന് അവർക്ക് പോലും അവരെ കൊണ്ട് പോലും ചോദിക്കുന്ന രീതിയിലായിരുന്നു ഓരോ ടാസ്കുകളും. ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്ര ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിലും മെന്റൽ ആണെന്നുണ്ടെങ്കിലും ഏത് IQ ലെവൽ ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള ടാസ്കുകളായിരിക്കും വരുന്നത്. ചലഞ്ചിങ് ആയിട്ടുള്ള പല രീതിയിലുള്ള ടാസ്കുകൾ പല സീസണുകളിലും കൊടുത്തിട്ടുണ്ട്, പല ലാംഗ്വേജുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സീസണിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടാസ്കുകളും ഇല്ലായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന കുറച്ച് ടാസ്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ പോയിന്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും വെറുതെ കൂടെ ഗെയിം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസ് എടുത്തുകൊണ്ട് പോകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ടാസ്കുകളൊക്കെയാണ് വന്നത്. ശരിക്കും ഗാംബ്ലിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് ഒന്ന് രണ്ട് ടാസ്കുകളിലെ പോയിന്റുകൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നാൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 2-3 പോയിന്റ്സ് എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്നോബോൾ ടൈപ്പിലൊരു ഉരുട്ട് ബോൾ ടാസ്ക് ഒക്കെ വന്നിരുന്നു. അതിൽ നിന്ന് ഗെയിം വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പോയിന്റ്സുകൾ അതിൽ ജയിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പോയിന്റ്സുകൾ മറ്റുള്ളവരിലേക്ക് പോകും. അങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഒരു പോയിന്റ് പോലും ഇല്ലാതെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസാനിച്ച് കഴിയുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസിന്റെയും പോയിന്റ് ടേബിളിലെ അവസ്ഥ. ശരിക്കും അതൊരു വളരെ മോശമായിട്ടുള്ള തീരുമാനമായിരുന്നു, മോശം ടാസ്കുകളായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് തന്നെ അട്ടപ്പട്ടലം പാളിപ്പോയി എന്ന് പറയേണ്ടി വരും. 2 ക്രിയേറ്റീവ് ടീമുകൾ അണിനിരുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 8 എന്ന് പറയുന്നത്. 2 ക്രിയേറ്റീവ് ടീമുകളുടെയും മൊത്തത്തിൽ ഇവരുടെ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം അട്ടപ്പട്ടലം തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു TTF ടാസ്കുകൾ പോലും പ്രോപ്പറായി നടത്തി കണ്ടസ്റ്റൻസിനെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യിപ്പിച്ച് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ആയ രീതിയിൽ അതൊന്ന് കാണിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഇല്ലാതെ പോലെ എനിക്ക് തോന്നി. എന്തായാലും അങ്ങനെ ഒരു എന്താ പറയുന്നത് തീർത്തും ബോറിംഗ് ആയിട്ടുള്ള ഒരു TTF ടാസ്ക് സീസൺ 8 അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകളിലും എന്തൊക്കെയോ ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് പോലും. ഇതിനകത്തൊക്കെ എന്ത് ടെസ്റ്റുകൾ കാണിക്കാനാണ്, എന്ത് ടെസ്റ്റുകൾ വരുത്താനാണ് ഇനി അവിടെ ഇരിക്കുന്ന ക്രിയേറ്റീവ് ടീം എല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് അതിൽ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിലേക്ക് ഒരു ടെസ്റ്റ് എന്ന പേരിൽ പോയിന്റ്സുകളെല്ലാം വാരിക്കോരിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുത്ത് ആ ഒരു കണ്ടസ്റ്റൻസിന് ടിക്കറ്റ് ടു ഫിനാലെ കൊടുത്തിട്ട് നാളെ വീക്കെൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വിജേഴ്സ് വന്നിട്ട് ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ ടെസ്റ്റ് നിർത്തിയേക്കുന്നതെന്ന് അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ പോയിന്റ് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് നടന്ന ഒരു ടാസ്കിന്റെ, അതായത് ബാലൻസിങ് ടേബിൾ, അതായത് ക്ലോക്കിന്റെ ഒരു ബാലൻസിങ് ടേബിൾ ആണ് കൊടുത്തിരുന്നത്. അതിൽ എന്നിട്ട് ക്ലോക്കിന്റെ ഓരോ സമയത്തിനും ഒരു ഹോള് കൊടുത്തിട്ടുണ്ടായിരിക്കും, പോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് ബോളിൽ ഓരോ ബോൾ ഇട്ട് ബാലൻസ് ചെയ്ത് എല്ലാ പോട്ടിനുള്ളിലും ബോൾ വീഴിക്കുക എന്നുള്ളതാണ് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ദീപക്, മുത്തു, അതുപോലെ തന്നെ റയാൻ എന്നിവരൊക്കെ ഫുള്ള് ബോളുകളും അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഇതിലിപ്പോ നിലവിൽ ആര് വിജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 3 പേര് ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ പോയിന്റുകൾ മുത്തു വിജയിച്ചാലും അതുപോലെ തന്നെ ദീപക്കാണ് ഫസ്റ്റ് ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആ ഒരു ടാസ്ക് ചെയ്തെങ്കിൽ പോലും ആർക്കാണ് കൂടുതൽ പോയിന്റ് വന്നെന്ന് പറഞ്ഞാൽ പോലും നിലവിലെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റയാന് 15 പോയിന്റ് ഉണ്ട്. അപ്പം വിജയിക്കുന്ന ഒരാൾക്ക് 6 പോയിന്റ് ആണ്. അപ്പം പിന്നെ തൊട്ട് പുറകിലുള്ള ആൾക്ക് 5, 4, 3, 2, 1 എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും പോയിന്റുകൾ കൊടുക്കുന്നത്. അപ്പം ഇതിൽ എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റയാൻ എത്ര പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് മുത്തു വിജയിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിൽ
റയാൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും നടത്താനില്ല. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ്. ഇനി ഇതിനകത്ത് എന്ത് ഉടായിപ്പ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് ലഭിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം എല്ലാം റയാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ കൊണ്ടുപോയിരിക്കുന്നത് റയാൻ തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് സാറ്റർഡേ നോക്കാം ഇനി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ 13ാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സീസണും അവസാനിക്കാൻ പോകുകയാണ്. ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ നമ്മുടെ ക്രിയേറ്റീവ് ടീമിന്റെ എല്ലാ ഐഡിയകളും ഈ ഒരു സീസണിന്റെ എല്ലാ കൺസെപ്റ്റുകളും പാളി ഈ ഒരു സീസൺ തന്നെ അട്ടർ ഫ്ലോപ്പിലേക്ക് പോയി. ഇടയ്ക്കൊന്ന് ഹൈപ്പിലേക്ക് വന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗണിലേക്ക് പോയി. ഇപ്പൊ കണ്ടസ്റ്റൻസിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പലരും ഒന്ന് ഹൈപ്പിലേക്ക് കയറി വന്ന പല കണ്ടസ്റ്റൻസിനും താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരാഴ്ചത്തെ എവിഷനിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കണ്ടസ്റ്റൻസിന്റെ വോട്ടിംഗ് കുറയുന്നുണ്ട്. എന്നാൽ പിറകിൽ നിന്നിരുന്ന പല കണ്ടസ്റ്റൻസും മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം പുറത്തേക്ക് പോകുന്ന ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യത ആരാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. നാളെ നമുക്ക് ഒരു ആഫ്റ്റർനൂൺ സെക്ഷനോട് കൂടി ഈ ഒരാഴ്ചത്തെ പുറത്തേക്ക് ആരാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം അറിയും. അപ്പൊ ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. നിലവിൽ എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു ടാസ്കോടുകൂടി 10 ടാസ്കുകളോടുകൂടി ടിക്കറ്റ് ടു ഫിനാലെ ബിഗ് ബോസ് തമിഴ് സീസൺ 8ൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രേക്ഷകർക്കൊന്നും പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് രീതിയിലുള്ള ഒരു ടാസ്ക് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഒരു സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ വീക്കായി ഇത് അറിയപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.